എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റെജി ആലഞ്ചേരി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. PCOD പോലെയുള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ കൊച്ചു പെൺകുട്ടികൾക്ക് പോലും ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് സ്വന്തം പ്രിസ്ക്രിപ്ഷനിൽ, അതായത് കുറിപ്പടിയിൽ എഴുതുന്ന ചില കഴുകട്ടി വാക്കുകളുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥവും വ്യാപ്തിയും ആഴവും പരപ്പുമൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അമിനോറിയ, പോളിമെനോറിയ, ഒളിഗോമെനോറിയ, ഡിസ്മെനോറിയ, മെനറേജിയ, മെട്രേജിയ, ഈ 6 വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് അമിനോറിയ. അമിനോറിയയുടെ സ്പെല്ലിംഗ് AMENORRHOEA എന്നാണ്. അമിനോറിയ എന്നാൽ ആബ്സെൻറ്റ് മെൻസസ് എന്നാണ് അർത്ഥം, അതായത് ആർത്തവം വരാത്ത അവസ്ഥ. ഇത് 2 തരമുണ്ട്: പ്രൈമറി അമിനോറിയ ആൻഡ് സെക്കൻഡറി അമിനോറിയ. ഒരു പെൺകുട്ടിക്ക് 15 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും പീരീഡ് വന്നിട്ടില്ലെങ്കിൽ അതാണ് പ്രൈമറി അമിനോറിയ. പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുന്നവർക്ക് 3 മാസത്തിൽ കൂടുതൽ പീരീഡ് വരാതിരിക്കുന്ന അവസ്ഥയാണ് സെക്കൻഡറി അമിനോറിയ. ഇനി രണ്ടാമത് പോളിമെനോറിയ. പോളിമെനോറിയയുടെ സ്പെല്ലിംഗ് POLYMENORRHOEA എന്നാണ്. അപ്പോൾ പോളിമെനോറിയ എന്നാൽ ഫ്രീക്വൻറ്റ് മെൻസസ് എന്നാണ് അർത്ഥം, അതായത് പീരീഡ്സ് വേഗം വന്നുകൊണ്ടിരിക്കും. 21 ദിവസത്തിൽ കുറവായിരിക്കും ഇങ്ങനെയുള്ളവരുടെ ആർത്തവചക്രം. ഇനി മൂന്നാമത് ഒളിഗോമെനോറിയ. ഒളിഗോമെനോറിയയുടെ സ്പെല്ലിംഗ് OLIGOMENORRHOEA എന്നാണ്. അപ്പോൾ ഒളിഗോമെനോറിയ എന്നാൽ ഇൻഫ്രീക്വൻറ്റ് മെൻസസ് എന്നാണ് അർത്ഥം. 37 ദിവസത്തിനും 90 ദിവസത്തിനും ഇടയിലായിരിക്കും അവരുടെ ആർത്തവചക്രം. ഇനി നാലാമത് ഡിസ്മെനോറിയ. ഡിസ്മെനോറിയയുടെ സ്പെല്ലിംഗ് DYSMENORRHOEA എന്നാണ്. പീരീഡ് സമയത്തുള്ള അസഹനീയമായ വയറുവേദനയ്ക്കാണ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അത് 2 തരമുണ്ട്: പ്രൈമറി ഡിസ്മെനോറിയ ആൻഡ് സെക്കൻഡറി ഡിസ്മെനോറിയ. പ്രൈമറി ഡിസ്മെനോറിയ എന്നാൽ ശരീരത്തിലെ കെമിക്കൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന വയറുവേദനയാണ്. ഉദാഹരണമായിട്ട് പ്രോസ്റ്റഗ്ലാൻഡിൻ ലെവലിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് യൂട്രസിൽ കൺട്രാക്ഷൻസ് ഉണ്ടാകുന്നു, അങ്ങനെ വേദന ഉണ്ടാകുന്നു. സെക്കൻഡറി ഡിസ്മെനോറിയ എന്നാൽ എൻഡോമെട്രിയോസിസ് പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പീരീഡ് സമയത്ത് വരുന്ന വേദനയാണ്. ഇനി അഞ്ചാമത് മെനറേജിയ. മെനറേജിയയുടെ സ്പെല്ലിംഗ് MENORRHAGA എന്നാണ്. മെനറേജിയ എന്നാൽ ഹെവി ഓർ പ്രൊലോങ്ഡ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്നാണ് അർത്ഥം. 7 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടായിരിക്കും. ഇനി ആറാമത് മെട്രോറേജിയ. മെട്രോറേജിയയുടെ സ്പെല്ലിംഗ് METRORRHAGA എന്നാണ്. മെട്രോറേജിയ എന്നാൽ ബ്ലീഡിംഗ് ബിറ്റ്വീൻ മെൻസസ് എന്നാണ് അർത്ഥം, അതായത് പീരീഡ്സ് അല്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിംഗ്. ഇതൊക്കെയാണ് ഗൈനക്കോളജിസ്റ്റ് ഏറ്റവും കൂടുതൽ എഴുതി ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന വാക്കുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ: ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.